നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാൽക്കുലേറ്റ് അരിത്തമെറ്റിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. വാല്യൂസ് തന്നിരിക്കുന്നത് പോക്കറ്റ് എക്സ്പെൻസ് 20 to 29, 30 to 39, 40 to 49, 50 to 59, 60 to 69. Number of students 10, 8, 6, 4 and 2. ഇവിടെ നോക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഈ ക്ലാസ് ഇന്റർവെൽ കണ്ടിന്യൂസ് ആണോ നോക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ ഡയഗണൽ വൈസ് ഇത് ഈ ആദ്യം കാണുന്ന ലോവർ ലിമിറ്റ്, ഇത് അപ്പർ ലിമിറ്റ് ആണ് അല്ലെ. അപ്പൊ ഈ ഫസ്റ്റ് ക്ലാസിന്റെ അപ്പർ ലിമിറ്റും സെക്കൻഡ് ക്ലാസിന്റെ ലോവർ ലിമിറ്റും സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അത് കണ്ടിന്യൂസ് ക്ലാസ് ആകുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇത് എന്തല്ല, കണ്ടിന്യൂസ് ക്ലാസ് അല്ല. ഇവിടെ 3940, ഇവിടെ 4950, ഇവിടെ 5960 സെയിം അല്ല വന്നിരിക്കുന്നത്. സോ ഇത് ഒരു കണ്ടിന്യൂസ് ക്ലാസ് ഇന്റർവെൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ നമുക്ക് പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് എന്താക്കി മാറ്റണം, ഒരു കണ്ടിന്യൂസ് ക്ലാസ് ആക്കി മാറ്റണം. അപ്പൊ കണ്ടിന്യൂസ് ക്ലാസ് ആക്കാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഈ സെക്കൻഡ് ക്ലാസിന്റെ ലോവർ ലിമിറ്റ് അതിവിടെ എത്രയാണ്, 30 മൈനസ് ഫസ്റ്റ് ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് അതെത്രയാണ്, 29, എന്നിട്ടൊരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ 30 മൈനസ് 29 എത്രയാണ്, 1 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 0.5. ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 20യിൽ നിന്നും 0.5 മൈനസ് ചെയ്യുക. അപ്പൊ 20ന്ന് 0.5 പോയാൽ എത്രയാ വരുന്നത്, 19.5 എന്ന് വരും. ഇനി ഈ 29 കൂടി 0.5 ആഡ് ചെയ്യുക. 29 പ്ലസ് 0.5 എത്രയാണ്, 29.5. ഓക്കെ, ഇതേ പ്രൊസീജിയർ എല്ലാ ക്ലാസ്സിനും കൊടുക്കുക. 30യിൽ നിന്ന് 0.5 മൈനസ് ചെയ്താൽ എത്രയാ വരുന്നത്, 29.5. 39 കൂടി 0.5 ആഡ് ചെയ്യുക, ദാറ്റ് ഈസ് 39.5. 40യിൽ നിന്നും 0.5 മൈനസ് ചെയ്താൽ വിച്ച് ഈസ് 39.5. 49 കൂടി 0.5 ആഡ് ചെയ്യുക, വിച്ച് ഈസ് 49.5. ഇനി 40യിൽ നിന്നും ഇതുപോലെ തന്നെ 0.5 മൈനസ് ചെയ്താൽ എത്രയാണ് വരുന്നത്, 40. ഓക്കെ, അത് ചെയ്തു. ഇനി 50യിൽ നിന്ന് 0.5 മൈനസ് ചെയ്താൽ വിച്ച് ഈസ് 49.5. 59 കൂടി 0.5 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് വരും, 59.5. ഇവിടെ 60യിൽ നിന്ന് 0.5 മൈനസ് ചെയ്താൽ വിച്ച് ഈസ് 59.5 to 69 കൂടി 0.5 ആഡ് ചെയ്താൽ വിച്ച് ഈസ് 69.5. ഒരു ക്ലാസ് ഇന്റർവെൽ കണ്ടിന്യൂസ് അല്ല എങ്കിൽ ഇങ്ങനെയാണ് കണ്ടിന്യൂസ് ആക്കാനുള്ള മെത്തേഡ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ 29.5 വന്നു, 39.5, 49.5, 59.5. സോ ഈ ഒരു ക്ലാസ് ഇന്റർവെൽ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ഇനി നമ്മൾ എന്താ കാണേണ്ടത്, ഇതിന്റെ മിഡ് വാല്യൂ അല്ലെ, മീൻ കാണാൻ. കണ്ടിന്യൂസ് കേസ് ആണ്. അപ്പൊ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, സിഗ്മ എഫ് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് കാണണം, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മിഡ് വാല്യൂ. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആണെങ്കിൽ മിഡ് വാല്യൂ കാണുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞു അല്ലെ. എന്താ, 19.5 പ്ലസ് 29.5 ചെയ്യുമ്പോൾ നമുക്ക് എത്രയാ കിട്ടുന്നത്, 24.5. ഇനി 29.5 പ്ലസ് 39.5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 34.5. 39.5 പ്ലസ് 49.5 ചെയ്യുമ്പോൾ we get 44.5. 49.5 to 59.5 ചെയ്യുമ്പോൾ we get 54.5. 59.5 to 69.5 ആണ്. ഇത് മിഡ് വാല്യൂ കാണാൻ ഇത് തമ്മിൽ ആഡ് ചെയ്യുക, ബൈ 2 ചെയ്യുമ്പോൾ we get 64.5 എന്ന് വരും. ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രീക്വൻസി ആണ്. അപ്പൊ നമ്മൾ ഇനി എന്ത് വേണം, എഫ് ഇൻറ്റു എക്സ് ചെയ്യണം അല്ലെ.
10 into 24.5 ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 245. 8 into 34.5 ചെയ്യുമ്പോൾ we get 276. 6 into 44.5 ചെയ്യുമ്പോൾ we get 267. 4 into 54.5 ചെയ്യുമ്പോൾ we get 218. 2 into 64.5 ചെയ്യുമ്പോൾ we get 129. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? സിഗ്മ എഫ് ഇൻറ്റു എക്സ്. അതായത് ഇതെല്ലാം കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 1135. ഇനി നമുക്ക് എന്താ വേണ്ടത്? n ആണ് വേണ്ടത്. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രീക്വൻസി എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ we get 30. So x bar is sigma fx divided by n ആണ്. So that is 1135 divided by 30 and that is equal to 37.83 എന്ന് കിട്ടും. സോ ഇതാണ് ഈ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു പുതിയ ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.